നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. സത്യവേദ പുസ്തകത്തിൽ പലതരം കരച്ചിലുകളെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. ജോസഫിന്റെ ചരിത്രം വായിക്കുമ്പോൾ ജോസഫ് കരഞ്ഞതായി നാം കാണുന്നു. അത് ഏതെങ്കിലും ഭാരത്തിന്റെയോ ദുഃഖത്തിന്റെയോ രോഗത്തിന്റെയോ കരച്ചിൽ ആയിരുന്നില്ല. അത് സ്നേഹത്തിന്റെ കരച്ചിൽ ആയിരുന്നു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 45 2 വചനം. ജോസഫ് കരഞ്ഞത് ദൈവത്തിന്റെ വാഗ്ദത്തം തന്റെ കൺമുൻപിൽ നിറവേറുന്നത് കണ്ടിട്ടാണ്. ജോസഫ് കണ്ട സ്വപ്നം ഒരിക്കലും നിറവേറുകയില്ല എന്ന് സഹോദരന്മാർ പറഞ്ഞു. പൊട്ടക്കുഴിയും പൊത്തിഫേറിന്റെ ഭവനവും കാരാഗ്രഹവും ജോസഫ് കണ്ട സ്വപ്നം നടക്കില്ലെന്ന് പറഞ്ഞു. രാജകീയ വസ്ത്രം ധരിച്ച ജോസഫിന്റെ മുമ്പിൽ ഇടയവസ്ത്രം ധരിച്ച സഹോദരന്മാർ കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് വെളിപ്പെട്ട സ്വപ്നത്തിന്റെ പൂർത്തീകരണം കൺമുൻപിൽ ദർശിച്ചപ്പോൾ ജോസഫ് കരഞ്ഞു. ആ കരച്ചിൽ മിസ്രയീം മുഴുവനും കേട്ടു. നിവർത്തിക്കപ്പെട്ട വാഗ്ദത്തത്തിന്റെ മുൻപിൽ ജോസഫ് സ്നേഹക്കണ്ണീർ ഒഴുക്കി. അവൻ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ഉൽപ്പത്തി 45 14 15 വചനങ്ങൾ. ജീവിതത്തിൽ വെറുപ്പും പകയും കയ്പും മറന്ന് സ്നേഹത്തിന്റെ കണ്ണീർ പൊഴിക്കുവാൻ എത്ര പേർക്ക് കഴിയും? യേശു കണ്ണുനീർ വാർത്തു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. സഹോദരനായ ലാസർ മരിച്ചപ്പോൾ സഹോദരിമാരായ മാർത്തയുടെയും മറിയത്തിന്റെയും ഉള്ളം കലങ്ങി. അവർ യേശുവിനെ കണ്ടപ്പോൾ ഉള്ളം നൊന്ത് കരഞ്ഞു. അത് കണ്ടപ്പോൾ യേശുവിന്റെ ഉള്ളം നുറുങ്ങി. യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ 11:35 വചനം. നിന്റെ കണ്ണുനീർ താഴ്വരയെ നീന്തിക്കിടക്കുന്ന ജലാശയത്തിന്റെ താഴ്വരയാക്കി ദൈവം മാറ്റും. നമ്മുടെ കരച്ചിൽ കണ്ടാൽ യേശുവിന്റെ ഉള്ളം കലങ്ങും. ഹിസ്കിയാവിന്റെ കാലത്ത് ഒരു സൈന്യം മുഴുവനും വെള്ളത്തിനായി കരഞ്ഞു. രാജാക്കന്മാർ പ്രവാചകനായ എലീശായുടെ അടുക്കൽ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവാൻ വന്നു. പ്രവാചകനിലൂടെ യഹോവ ഇങ്ങനെ അരുളി ചെയ്തു: ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. 2 രാജാക്കന്മാർ 3:16-17 വചനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങി വരേണ്ട കുഴികളിൽ വെള്ളം നിറച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിയും. ജോസഫിന്റെ കരച്ചിൽ മിസ്രയീം നിവാസികൾ കേട്ടു. ആ കരച്ചിൽ ഫറവോന്റെ ഹൃദയത്തെ ചഞ്ചലമാക്കാം. എന്നാൽ കാൽവരി ക്രൂശിൽ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞവന്റെ കരച്ചിൽ കല്ലറകളെ തുറന്നു, പാറകളെ പിളർന്നു, മരിച്ച വിശുദ്ധന്മാരെ ജീവനോടെ ഉയർപ്പിച്ചു. സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ കറുത്തു, ദേവാലയത്തിലെ തിരശീല 2 കീറി. പിശാചിന്റെ മേൽ ജയം നൽകി ഇന്ന് നമുക്ക് വേണ്ടി കരയുന്ന, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. യേശുവിന്റെ കരച്ചിൽ ദിഗന്ധങ്ങൾ മുഴങ്ങുന്നതിനാൽ അത് കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ പിളർക്കും. നാം ജീവനോടെ എഴുന്നേൽക്കും. സാത്താൻ പൂട്ടിയിരിക്കുന്ന ഇരുമ്പ് ചങ്ങലകളെ തകർക്കും. അതിനാൽ നാം ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട. കാരണം നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ, നമ്മുടെ ഉള്ളം ഒന്ന് ഞരങ്ങിയാൽ, ആ വേദന നമുക്ക് വേണ്ടി കരഞ്ഞ യേശുവിന് അറിയാൻ കഴിയും. ജീവിതത്തിലെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസനിൽ ഇറക്കി വയ്ക്കാം. കാരണം യേശു ഏത് പ്രതിസന്ധികളിലും നമ്മെ കാണുന്നു. നാം നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്നു. യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും.
അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാവ് 30:19, 20, 21 വചനങ്ങൾ. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ആ കാരുണ്യവാന്റെ വഴിയിൽ നമുക്കും പിന്മാറാതെ നടക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.